ഇത് രാഹുൽ ഈശ്വർ ആദ്യമായിട്ടുള്ള ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത്. മുമ്പും ഇതുപോലെയുള്ള വിക്ടിംസിനെ സമൂഹ മാധ്യമങ്ങളോട് അപമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഹിസ്റ്ററി ഉണ്ട് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി അതും അംഗീകരിച്ചിട്ടുണ്ട്. ഈ വിക്ടിമിന്റെ മലയാളം എന്ന് പറയുന്നതാണല്ലോ ഈര എന്ന് പറയുന്നത്. ഇതിൽ വിക്ടിം ആരാണെന്ന് എങ്ങനെയാ അറിയുന്നത്? ഇതിൽ രണ്ട് ആൾക്കാരാണ്, രണ്ട് വ്യക്തികളാണുള്ളത്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒന്ന് ഈ പെൺകുട്ടി. ഇതിൽ വിക്ടിം ആരാണെന്ന് എങ്ങനെയാണ് മാധ്യമങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഇതിൽ വിക്ടിം എന്ന് പറയുന്ന ഒരു കാര്യമില്ല, രണ്ടുപേരാണുള്ളത്. ഈ രണ്ട് വ്യക്തികളും 18 വയസ്സിന് മുകളിലുള്ള രണ്ട് ഗ്രോൺ അപ്പ് അഡൾട്ട്സ് ആണ്. രണ്ടുപേരുടെയും ഭാഗത്ത് ശരികളും ഉണ്ടാവും, തെറ്റുകളും ഉണ്ടാവും. എങ്ങനെയാണ് സമൂഹം സ്ത്രീ വിക്ടിം ആണെന്നും പുരുഷൻ വിക്ടിം അല്ല അല്ലെങ്കിൽ അക്യൂസ്ഡ് ആണെന്നും ഒറ്റയടിക്ക് എങ്ങനെയാ പറയുക? ഇതാ ശരിയാണ് കോടതി പറയുന്നത്. ഇത് ആദ്യമായിട്ടല്ല രാഹുൽ ഈശ്വർ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. ശ്രീ മുകേഷിന്റെ പേരിലും ഇതുപോലെ കേസ് വന്നപ്പോൾ രാഹുൽ ഈശ്വർ തന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ. നിവിൻ പോളിക്കെതിരെ വന്നപ്പോഴും രാഹുൽ ഈശ്വർ തന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം ഫേക്ക് ആണെന്ന് പുറത്ത് വന്നപ്പോഴും എല്ലാവരും രാഹുൽ ഈശ്വറിനെ തന്നെ അഭിനന്ദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിലും കളവുണ്ട് എന്ന് ഒന്നായിട്ട് രാഹുൽ ഈശ്വർ പറഞ്ഞു. പിന്നെ അതിനകത്ത് പറഞ്ഞ രീതി ശരിയായില്ല, സെക്ഷലി കളേർഡ് റിമാർക്സ്, അത് പലതും പറയാം. അത് നിയമമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത് നിരാഹാര സമരവുമായിട്ട് മുൻപോട്ട് പോകും, ഹങ്കർ ഫാസ്റ്റ് നടത്തും തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് കാണിക്കുന്നത്. അത്രയും ഇന്ന് ബെയിൽ കിട്ടും എന്നൊരു പ്രതീക്ഷ. അതിന് മാത്രം തെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, പോലീസിന് തന്നെ അറിയില്ല എന്ത് സെക്ഷലി കളേർഡ് റിമാർക്സ് ആണ്, എന്ത് കുറ്റമാണ് ചുമത്തേണ്ടതെന്ന് അറിയാതെ പോലീസ് അറസ്റ്റ് ചെയ്തതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. നിലവിൽ ആ വീഡിയോ പോസ്റ്റ് ഇട്ട അതിൽ ഉറച്ചു നിൽക്കുന്നു, ആ പരാമർശം ഉറച്ചു നിൽക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് പരാമർശം? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇത് തന്നെയാണ് കോടതിയിലും ഞങ്ങൾ ചോദിച്ചത്, എന്താണ് ആ സെക്ഷലി കളേർഡ് പരാമർശം എന്നുള്ളതാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നുണ്ടായിരുന്നു, അല്ല അതിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ എന്ത് കോമന്റിനാണ് ഇത് ഇവർ പറയുന്നത് എന്നുള്ളത് ആർക്കും ഇതുവരെ അറിയില്ല. അപ്പോൾ എന്ത് പരാമർശത്തെ കുറിച്ചാണ് ഇപ്പോൾ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ഇപ്പോൾ ഇതിൽ ഇര എന്ന് പറയുന്ന ഒരാളില്ല, ഇത് രണ്ട് വ്യക്തികളാണ് ഉള്ളത്. ഒന്ന് ഈ പെൺകുട്ടിയും, ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരും ആളുടെ എല്ലാ കാര്യങ്ങളും, ആളെക്കുറിച്ച് പറയാൻ പാടില്ലാത്തതും എല്ലാ കാര്യങ്ങളും പറയുന്നതിൽ ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കുട്ടിയുടെ പേരോ ഐഡന്റിറ്റിയോ ഒന്നും റിവീൽ ചെയ്യാതെ എന്താ പറയുക, ആ കുട്ടി പറഞ്ഞ കളവ് ഒന്നൊന്നായിട്ട് രാഹുൽ ചേട്ടൻ ചാനലിലൂടെ തുറന്ന് കാട്ടി എന്നൊരു വിഷയത്തെയാണ് ഈ കുട്ടിക്ക് എതിരായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത്. അതിൽ എന്ത് ന്യായമാണ് ഉള്ളതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോയത് വീട്ടിൽ വന്നൊരു വൈകിട്ട് 4 മണിക്ക് സർപ്രൈസ് ആയിട്ട്, സത്യം പറയാലോ, വൈകിട്ട് വന്ന് ബെല്ലടിച്ചപ്പോൾ വേറെ ആരോ വന്ന് ബെല്ലടിക്കുകയാണെന്നാണ് വിചാരിച്ചത്. നേരെ വന്ന് ബെല്ലടിച്ച് കൂടെ വരണം, ഞങ്ങൾ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന അലിഗേഷൻ എന്ന് പറയുന്നത് കുട്ടിയുടെ പേരും ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് തന്നെ മനസ്സിലായി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല, ആകെയുള്ള ഫോട്ടോയും വീഡിയോയും AI ജനറേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് രാത്രിയിലാണ് പിന്നെ നോൺ ബെയിലബിൾ ആയ ഒരു ഒഫൻസ് ലാസ്റ്റ് മിനിറ്റ് ആണ് ചേർത്തത്. അതാണ് സെക്ഷൻ 75(1) എന്ന് പറയുന്നത്. അതും സെക്ഷലി കളേർഡ് റിമാർക്സ് ആണ്. ഇന്ന് കോടതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് എന്നുള്ളത് പോലും ആ റിമാൻഡ് നോട്ടീസിൽ കൊടുത്തിട്ടില്ല.